ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നു. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കളക്റ്റീവ് റീഡിംഗ് ആണ്. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഉടൻ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സമയം നിങ്ങൾ എന്താണോ ഫേസ് ചെയ്യുന്നത്, നിങ്ങളുടെ ചലഞ്ച് അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യത്തിന്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്താണോ നിങ്ങളെ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആയിട്ട് വെക്കുന്നത്, അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്ന കാര്യം മാത്രം എന്നുള്ളതല്ല, അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് കൂടെയാണ്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മൂമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. മുന്നോട്ട് വരികയാണ്. പല പ്ലേസിൽ, പല ഫീലിങ്സിൽ, പല സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഏത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും സോ അവിടുന്ന് മുന്നോട്ട് വരാനുള്ള വഴി നിങ്ങൾക്ക് തെളിഞ്ഞ് കിട്ടുന്നുണ്ട്. ചില ആളുകൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരിക്കണം. സോ ഫൈനാൻഷ്യലി ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ജോബ് റിലേറ്റഡ് ആയിരിക്കാം. നിങ്ങൾക്ക് തോന്നുകയാണ് ഈ കാരണം കൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റക്ക് ആണ്, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചലഞ്ചിനുള്ള ഒരു സൊല്യൂഷൻ, ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഓൾവേസ് ബിലീവ് ഇൻ മിറാക്കിൾ. സോ അതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം ചില ആളുകൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഡിവൈൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സാഹചര്യം ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ ഡിവൈൻ ആക്ച്വലി കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു റൈറ്റ് ഹെൽപ്പ്. സോ ചില ആളുകൾ നമ്മുടെ ലൈഫിലൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് വരിക എന്ന് പറയും. ഈവൻ നമുക്കൊരു പരിചയം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ചില ആളുകളുടെ ഒരു സഹായം നമ്മളുടെ ലൈഫിനെ ഒരുപാട് മാറ്റിമറിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? സോ അങ്ങനെ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു സഹായമായിട്ട് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില ആളുകളുടെ എൻട്രി, ചില ആളുകളുടെ ഫ്രണ്ട്ഷിപ്പ്, ചില ആളുകളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളെ കണക്ട് ചെയ്യുന്ന ആളുകൾ. കാരണം നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ചില ആളുകള് എസ്പെഷ്യലി വ്യക്തികള് നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ആളുകൾ വഴി ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയക്കുന്ന ആളുകളാണ്. അത് ലോങ് ടേം ആയിരിക്കാം, ഷോർട്ട് ടേം ആയിരിക്കാം. ആ ഒരു മൊമെന്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളുകളായിരിക്കാം. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഡിഫറെന്റ് കൺട്രിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം. ഓൾറൈറ്റ്, സോ കരിയർ റിലേറ്റഡ് ആയിട്ടാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്കൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉടൻ സംഭവിക്കുന്നത്. ഓക്കെ, ഫൈനാൻഷ്യലി ആൻഡ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ കുറച്ചുകൂടെ നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസന്റേഷൻ നിങ്ങളെ കുറച്ചുകൂടെ നോട്ടീസ് ചെയ്യുന്ന സാഹചര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ അവിടെ കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ പോലും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നാൽ പോലും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫേസ്, നിങ്ങളുടെ ഒരു കഴിവ് കാണിക്കാനുള്ള, നിങ്ങളുടെ സിറ്റുവേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ സാഹചര്യം കൊണ്ട് നിന്ന് പോയിട്ടുള്ള പ്ലേസിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, മാറ്റം. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത്? സോ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനം, നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ചില ആളുകൾ നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടാലേ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പുതിയ കാര്യത്തിലേക്ക്, പുതിയ ഫ്രണ്ട്ഷിപ്പിലേക്ക്, പുതിയ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ നിങ്ങളുടെ ലോസസ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് അത് തന്നെയായിരുന്നു വേണ്ടത്,
ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതൊക്കെ ഒരു നഷ്ടമായി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഓൾഡ് സിറ്റുവേഷന്, ഓൾഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഓൾഡ് ഫൈനാൻഷ്യൽ ഹാബിറ്റ്, ഈവൻ ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, സോ അതൊന്നൊരു പുതിയ കാര്യത്തിലേക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുക, വിട്ടുകൊടുക്കാനുള്ളൊരു മടി ഉണ്ടായിരിക്കുക, ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുക, ഇമോഷണലി നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം, ഫൈനാൻഷ്യലി ഉള്ള വലിയൊരു പ്രോബ്ലംസ് ഉണ്ടായിരിക്കുക. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒന്ന് വിട്ട് ഒന്നിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്ന കാര്യങ്ങൾ? റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, അത് ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, ചില വ്യക്തികളായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഈവൻ നിങ്ങളൊരു മണി റിലേഷൻഷിപ്പ്, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിങ്സ്, പല കാര്യത്തിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി പുതിയ കാര്യം, പുതിയ സിറ്റുവേഷൻ, പുതിയ എക്സ്പീരിയൻസിലേക്കാണ് പല കാര്യത്തിലായിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, സോ വലിയ സീരിയസ് ആക്കി എടുക്കാതിരിക്കുക. എസ്പെഷ്യലി ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റക്ക് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടെ ഹോപ്പ് തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കുറച്ചുകൂടെ ഒരു ബ്ലോസം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു. ഒരു സീസണിൽ ഇലകളൊക്കെ പൊഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു ടൈം വരും നിങ്ങൾക്ക് ഒരുപാട് പൂക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ ഒരു ചേഞ്ച് ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. ഒരു സമാധാനമായിട്ടുള്ള ഒരു മെന്റൽ സിറ്റുവേഷനിലേക്ക്, ഫിസിക്കൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഫിസിക്കലി മൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കാം. അത് നിങ്ങളുടെ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, ഓർ മേ ബി നിങ്ങളുടെ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ ആയിരിക്കാം, പ്രഗ്നൻസി, ഓർ നിങ്ങൾ പാരന്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്കലി എങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. സോ അങ്ങനത്തെ ഒരു പ്ലേസ് എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈവൻ ചില ആളുകൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇതുപോലത്തെ ഒരു മൂവ്മെന്റ്സ്, എസ്പെഷ്യലി ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മാറുക, ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവാൻ പറ്റുന്ന ചില കാര്യത്തിലേക്ക് വരിക എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ ചില ആളുകൾ നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് വരണം. ഇപ്പോഴും നിങ്ങൾ വീട്ടിൽ തന്നെ ആയി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെ മാത്രം നോക്കി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കും പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരിക്കാം, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ചില ലൈഫ് സിറ്റുവേഷൻ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു ബ്രേക്കിന് ശേഷം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. സോഷ്യലി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറെ കാലം ഒരു വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ നിന്നിട്ട് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരിക്കുക, ഫൈനാൻഷ്യൽ ഫ്രീഡം. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ സ്ട്രഗിൾ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ, കോമ്പറ്റീഷൻ, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അത് ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യം മാത്രം നിങ്ങൾ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാവും എന്നുള്ള ഒരു സ്ട്രോങ് കോൺഫിഡൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.